കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഓർത്തുപോയൊരു കാര്യം പറയാം. നമ്മൾ യുദ്ധത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. സമാധാനപരമായ ഒരു അന്തരീക്ഷം കർത്താവ് നമുക്ക് നൽകി തരട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. 120 മൈല് മാത്രം ദൂരമുള്ള 3 ടെറിട്ടറിയായി തിരിച്ചിരിക്കുന്ന, നമ്മൾ പറയുന്ന പോലെ തിരുവിതാംകൂറും തിരുക്കൊച്ചിയും മലബാറും എന്നൊക്കെ പറയുന്ന 3 ടെറിട്ടറിയായി തിരിച്ചിരിക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്, അല്ലേ? ആ ഇസ്രായേൽ കേവലം തിരുവനന്തപുരം മുതൽ നമ്മുടെ കണക്കൂട്ടി പറഞ്ഞാൽ തൃശ്ശൂർ വരെയുള്ള ഒരു കൊച്ചു ദേശമാണ്. ആമേൻ. എന്നാൽ അവരെയൊക്കെയും ലോകരാജ്യങ്ങൾക്ക് ഭയമാണ്. ആമേൻ, അല്ലേ? ആകെ കൂടി പോന്നാൽ ഇത്രയുമുള്ള തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ഈ ഒരു രാജ്യം, ഒരു കൊച്ചു ദേശം, കുറച്ചുകൂടി പറഞ്ഞാൽ ഒരിച്ചിരി തലക്കനമുണ്ടെന്നൊക്കെ പറയാം, അല്ലേ? ഒരിച്ചിരി അകത്തൊരു അഹങ്കാരം കൂടി ഉണ്ടെന്ന് പറയാം. മറ്റൊന്നുമല്ല, അവരുടെ അകത്ത് എപ്പോഴും അവർക്കറിയാവുന്നൊരു കാര്യമുണ്ട്: ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്, ഞങ്ങൾക്കൊരു പ്രമാണമുണ്ട്. സ്തോത്രം. ആ ധൈര്യവും ആ വചനവും അവിടെ അകത്ത് കത്തുന്നുണ്ട്. ഞാൻ ഇന്ന് രാവിലെ തിരുവചനം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അത് നിങ്ങളോടുകൂടി പങ്കുവെച്ചിട്ട് എൻ്റെ മെസ്സേജിലൂട്ടി ഞാൻ വരാം. ഈ കർത്താവിൻ്റെ വചനം പറയുന്നത്, സ്തോത്രം, നിന്റെ കാല് കല്ല് തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. സക്കറിയ പ്രവചനം പറയുന്നത്, ഞാൻ അതിന് ചുറ്റും തീ മതിൽ ആയിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വം ആയിരിക്കും. അപ്പൊ ഇസ്രായേൽ ജനത്തിൻ്റെ ചുറ്റും ഒരു അഗ്നി മതിൽ കെട്ടാം എന്ന് ദൈവം അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആമേൻ. അപ്പോ ശത്രു എയ്തു വിടുന്ന ചില തീയമ്പുകളെ അയൺ ഡോം എന്ന് പറയുന്ന ആധുനിക സജ്ജീകരണങ്ങൾ കൊണ്ട് അവർ തടുത്തു കളയുക, അല്ലേ? ആമേൻ. ഇസ്രായേൽ ജനത്തെ ശപിക്കാൻ വേണ്ടി കടന്നുപോയ ബലയാം അവരെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്: ഇതാ തനിച്ച് പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ അവർ എണ്ണപ്പെടുന്നില്ല, അവിടെ നടുവിൽ രാജാവുണ്ട്. ആമേൻ. കാട്ടുപോത്തിന്റെ ബലം അവരുടെ അകത്തുണ്ട്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ശത്രു അവർക്ക് തിന്മയ്ക്കായി ചെയ്യുന്നത് ദൈവം അവർക്ക് നന്മയ്ക്കായിട്ട് മാറ്റുകയാണ്. ആമേൻ. ഈ സ്തോത്രം, എനിക്ക് ഈ ദിവസങ്ങൾ എന്നെ ദൈവം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ദൂതന്മാരുടെ ഒരു സർവീസ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന, വിട്ടുപോകുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഈ പ്രധാന ദൂതന്മാർ ചിലരുണ്ട്. ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിടുന്നതിനു മുൻപ്, സൃഷ്ടിയുടെ കർമ്മങ്ങൾ ചെയ്യുന്നതിനു മുൻപ് ദൈവം, ആമേൻ, ദൂതന്മാരെ സൃഷ്ടിച്ചു. ലക്ഷോപലക്ഷം, കോടാനുകോടി ദൂതന്മാരെ ദൈവം സൃഷ്ടിക്കുകയാണ്. ആ ദൂതന്മാരെ ദൈവത്തെ രാപ്പകൽ ആരാധിക്കേണ്ടതിന് ദൈവദൂതന്മാരെ ദൈവം സൃഷ്ടിച്ച കൂട്ടത്തിൽ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ആ ദൂതന്മാരിൽ പ്രധാനികളായ ചില ദൂതന്മാരെ ദൈവം സൃഷ്ടിക്കുകയാണ്, അല്ലേ? ഗബ്രിയേൽ എന്നും മീഖായേൽ എന്നും ആമേൻ ലൂസിഫർ എന്ന പേരുമൊക്കെയുള്ള പ്രധാന ദൂതന്മാർ. അവര് വ്യത്യസ്തമായ കർത്തവ്യങ്ങളൊക്കെ അവർക്ക് ദൈവം കൊടുക്കുകയാണ്. നമുക്കറിയാം, അവരിൽ പ്രധാനിയായിരുന്നു ലൂസിഫർ എന്ന് പറയുന്ന പ്രകാശം കൊണ്ടും അഗ്നി കൊണ്ടും നിർമ്മിക്കപ്പെട്ട ആത്മജീവികൾ. അവിടെ ശരീരം മുഴുവൻ, ആമേൻ, തങ്കവും വൈഡൂര്യങ്ങളും ഒക്കെ കൊണ്ട് നിറയപ്പെട്ട അടിപ്പണിയായി തങ്കം നിർമ്മിതമായി പണിതെടുത്ത ശോഭയുള്ള, ആമേൻ, ദൈവദൂതന്മാർ. എന്നാൽ ആ ദൈവദൂതന്മാരിൽ പ്രധാനിയായ ഒരു ദൂതനല്ലേ ലൂസിഫർ. ദൈവം മുൻപാകെ, ദൈവസിംഹാസനത്തിന് മുമ്പാകെ ചിറക് വിരിച്ച് 24 മണിക്കൂറും ദൈവസിംഹാസനത്തിലെ ആ മഹത്വം, ആമേൻ, സാന്നിധ്യത്തെ ഒക്കെ വർണ്ണിക്കുകയും അതിനെ കൺട്രോൾ ചെയ്യുകയും ഒക്കെ ചെയ്ത ലൂസിഫർ സ്വർഗം
എന്നേക്കും അനുഗ്രഹമാണ്. കോടാനുകോടി ദൂതന്മാർ, സേറ്റന്മാരായ ഈ ദൂതന്മാർ അവിടെ ഉള്ളപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു ചിന്തയാണ്, വളരെ പാവനമായ പരിപാലനമായ ആ സ്വർഗത്തിൽ ഇതാ ഒരാളുടെ ഹൃദയത്തിനകത്ത് ഒരു മോശമായ ചിന്ത ഉരുത്തിരിയുന്നു. ഒരു കൊച്ച് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വർഷങ്ങളെ സ്വർഗം സ്വർഗമായിട്ടും പാപം ചെയ്ത ലൂസിഫർ ഭൂമിയിലുള്ളതുപോലെ പാപമില്ലാഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ മീതെ കയറാൻ ഒരാലോചന ഈ ലൂസിഫറിന്റെ ഉള്ളിലുണ്ടായി? അവിടെ പാപമില്ല, പാപത്തിന്റെ ആരംഭമില്ല, പാപം പകരുന്ന പൈശാചിക ശക്തിയില്ല, എന്നിട്ടും അതവിടെ ഉണ്ടായല്ലോ. ദൈവം മനുഷ്യനെയാകട്ടെ ദൂതന്മാരെയാകട്ടെ സൃഷ്ടിക്കുമ്പോൾ കെട്ടിയടച്ച തോട്ടത്തിനകത്ത് കെട്ടപ്പെട്ടവരായല്ല ദൈവം സൃഷ്ടിച്ചത്. ദൂതന്മാർക്ക് ദൂതന്മാരുടെ സ്വാതന്ത്ര്യവും മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനും സ്വതന്ത്ര ചിന്താഗതിയിൽ ദൈവം സൃഷ്ടിച്ചാണ് പുറത്തുവിട്ടത്. അതുകൊണ്ട് സ്വർഗത്തിലാണ് വസിക്കുന്നതെങ്കിലും ഹൃദയത്തെ നല്ല രീതിയിൽ ക്രമീകരിച്ചില്ല എങ്കിൽ വെട്ടുകൊള്ളും എന്ന് ദൈവജനം അറിയണം. ആമേൻ. ഞാൻ മാലാഖയ, ഞാൻ ഗബ്രിയേല, ഞാൻ ലൂസിഫറ, ഞാൻ മീഖായേല എന്ന് പറഞ്ഞ് ഹൃദയത്തെ വഷളത്വത്തിന് വിട്ടുകൊടുത്താൽ സ്വർഗത്തിൽ വസിച്ചാലും വെട്ടുകൊണ്ട് താഴെ വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് തമ്പുരാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അരുണോദയ പുത്രനായ ശുക്ര, നീ വെട്ടേറ്റം നിലത്തു വീണത് എങ്ങനെ? ദൈവം ചോദിക്കുകയാണ്, എങ്ങനെയാ വീണത്? വീണതിന്റെ മറുപടി, സാഹസം കൊണ്ട് നിന്റെ ഹൃദയം ആമേൻ നിറഞ്ഞു, ആക്കിയെടുത്ത് നീ മാറിപ്പോയി. അങ്ങനെ അല്പസമയം കൊണ്ട് സ്വർഗമെന്ന് പറയുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്ത് അന്തരീക്ഷങ്ങൾ മാറുന്നു. ഒരു ദൂത പറയാനാ ഞാൻ ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾക്കറിയാമോ, ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവ സൃഷ്ടി ഉണ്ടായിട്ട് ഇന്ന് വരെ ഉണ്ടാകാത്ത ഒന്നാമത്തെ ഒരു മഹായുദ്ധം ഉണ്ടായി. എവിടെയാണെന്നറിയാമോ? അത് ഇറാനും അമേരിക്കൻ തമ്മിലല്ല, പകരം ആദ്യത്തെ യുദ്ധം ആമൻ ദൈവ സൃഷ്ടിയിൽ ഉണ്ടായത് അങ്ങ് സ്വർഗത്തിലാണ്. അത് പലരും അറിയാതെ പോകുന്നു. ഒന്നാമത്തെ യുദ്ധം ഉണ്ടായത് അത് സ്വർഗത്തിലാണ്. ആരൊക്കെയാണെന്ന് തിരിച്ചറിയണം. ഒരുമിച്ച്, എന്റെ ഭാഷയാണ് കേട്ടോ, മാനുഷിക ഭാഷയാണ്, കയ്യിൽ തോളെ കൈയിട്ട് കൈ കോർത്തു നടന്ന് ഒരു പായ കിടന്ന് ഒരു പാത്രത്തിൽ ആഹാരം കഴിച്ച് ഒരുമിച്ച് ആരാധിച്ച് ഒരുമിച്ച് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തിയ ഇതാ ദൂതന്മാർ തമ്മിൽ പടവെട്ടാൻ എഴുന്നേറ്റു. ആരൊക്കെയാണ് യുദ്ധത്തിന് എഴുന്നേറ്റത്? ഇതാ ശത്രുപക്ഷത്ത് നിൽക്കാൻ രൂപമാറ്റം വന്ന ലൂസിഫർ. എന്താണ് അങ്ങനെ പറയുന്നത്? സാഹസം നിറഞ്ഞപ്പോൾ, അവന്റെ ഹൃദയത്തിൽ അരുതാത്തത് ചിന്തിച്ചപ്പോൾ, തേജസ് അവൻ അണിഞ്ഞ, അല്ലെങ്കിൽ അവൻ ശോഭയോടെ നിന്ന ഈ ലൂസിഫറിന് ഒരു ഭാവവ്യത്യാസം. എന്താണ് ഭാവം മാറിയത്? അവന്റെ തലയിൽ 7 തല വരാൻ തുടങ്ങി. അവന്റെ 7 തലയിൽ 10 കൊമ്പുകൾ ഉയരാൻ തുടങ്ങി. അവന് വാല് മുളക്കാൻ തുടങ്ങി. അവൻ കെരൂബായ ലൂസിഫറിന് 10 കൊമ്പും 7 തലയും വാലുമൊക്കെ ഉണ്ട്. ആ വാലുകൊണ്ട് അവൻ അടങ്ങിയിരുന്നില്ല. ആ വാല് വെച്ച് സ്വർഗത്തിലെ ദൂതന്മാരിൽ 3-ൽ 1 അവന്റെ വാലുകൊണ്ട് ചുഴറ്റി അതിനെ ഭൂമിയിലേക്ക് അവൻ എറിഞ്ഞു. ആദ്യത്തെ യുദ്ധം നടന്നത് ദൂതന്മാർ തമ്മിലാണ്. ഏത് ദൂതന്മാർ? വീണുപോയ ദൂതന്മാരും കൃപയിൽ നിന്ന ദൂതന്മാരും. അങ്ങനെയാണെങ്കിൽ അന്നു മുതൽ ഇന്ന് വരെ വിശുദ്ധന്മാർക്കെതിരെ യുദ്ധം ചെയ്യാൻ പടവെട്ടി ഇറങ്ങിയ അന്ധകാര വ്യാപാര ശക്തികൾ ഇന്ന് രാത്രി ഈ പന്തലിന് ചുറ്റും കറങ്ങിത്തിരിയുമ്പോൾ വിശ്വസിക്കുന്നവരാരാധിക്ക, എനിക്ക് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സ്വർഗീയ ദൂതന്മാർ ഇന്ന് രാത്രി ഈ പന്തലിനകത്ത് ആഘാതനായിട്ടുണ്ട്.
നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങുക. ഇന്ന് രാത്രിവേളയിൽ ഒരു അസാധാരണ ദൈവമഹത്വം തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവജനമേ, അന്നു മുതൽ ഇന്ന് വരെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ആരൊക്കെ തമ്മില? ഞാൻ പറയുന്ന യുദ്ധം ഇറാനും ഇറാഖും അമേരിക്കൻ തമ്മിലല്ല. ആത്മീക യുദ്ധം ഇന്ന് രാത്രി നടക്കുക. എന്നാൽ ഈ സഭയെ നോക്കി, ഇവിടത്തെ കുടുംബത്തെ നോക്കി ഞാൻ പ്രവചിച്ചു പറയുന്നു, നീ പരാജയപ്പെടില്ല. നീ പരാജയപ്പെടില്ല. നിനക്ക് പരാജയം വരില്ല. കാരണം എന്താണെന്നറിയോ? ഒരു തോറ്റ നേതാവിനെ അല്ല ഇന്ന് രാത്രി ആരാധിക്കുന്നത്, ഒരു ജയാളിയായ കർത്താവിനെ, ഒരു ജയിച്ച് കയറി വന്ന ദൈവത്തെയോ ഇന്ന് രാത്രി ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. കാരണം തട്ടി ദൈവത്തെ സ്തുതിച്ചേ. പ്ലീസ്, ഞാൻ നിങ്ങളുടെ ആത്മാവിൽ താഴ്മയോടെ പറയുന്നു, ഇന്ന് രാത്രി ഒരു പോയിന്റ് കേൾക്കാൻ ഇരിക്കരുത്. ആത്മകണ്ണാളെ, ഇന്ന് രാത്രി ഞാനൊരു വെളിപ്പാട് കാണുന്നു. ഇതിന്റെ ചുറ്റും അവൻ ഊരിപ്പിടിച്ചു വാളുമായി ദൈവദൂതന്മാർ ഇന്ന് രാത്രി ഇറങ്ങി വരാൻ പോകുക. അത് ഈ പന്തലകത്ത് അനുഭവിക്കുന്ന ദൈവമക്കൾ കരമടിച്ച് ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മോണിറ്റർ ചെയ്തു. ആത്മാവിൽ ഞാൻ നിങ്ങളുടെ പ്രവചിച്ചു പറയുന്നു, ഈ മീറ്റിംഗ് കഴിഞ്ഞ് നിങ്ങൾ പോകുന്നതിനു മുൻപ് നിങ്ങളുടെ കരങ്ങളുടെ മേൽ ഒരായുധം ഏറ്റെടുക്കാൻ പോകുക. ആത്മാവിന്റെ ആയുധം ഇന്ന് രാത്രി ഏറ്റെടുക്കാൻ പോകുക. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന പോലെ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ഇന്ന് രാത്രി സർവായുധ വർഗം ധരിച്ചു കൊള്ളുക. ദൈവദാസന്മാരെ, ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ഏറ്റവും എളിയ സഹോദരൻ എന്ന പദവിയിൽ നിന്ന്, നിങ്ങളുടെ കൂട്ടു ശുശ്രൂഷകൻ എന്ന പദവിയിൽ നിന്ന് ആത്മനിയോഗത്തെ പറയുന്നു. നമ്മുടെ ശുശ്രൂഷകളിൽ ഇനി ദൂത സാന്നിധ്യം വെളിപ്പെടാൻ പോകുക. ഇന്ന് രാത്രി വേളയിൽ ദൈവസഭക്കെതിരെ എത്ര ചൊല്ലിക്കെട്ടിയാൽ, ദൈവസഭക്കെതിരെ എത്ര ആഭിചാരം ചെയ്താൽ, യെസ്, ദൈവ ജനത്തിനെതിരെ, ദൈവിക കുടുംബങ്ങൾക്കെതിരെ, അവൻ നിങ്ങളുടെ നന്മയ്ക്കെതിരെ എന്തൊക്കെ ചെയ്തു വെച്ചാലോ ഇന്ന് രാത്രി സ്വർഗീയ ദൂതന്മാർ ഇന്ന് രാത്രി ഇറങ്ങി വരികയോ. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജന, അടുത്തിരിക്കുന്ന ആളെ നോക്കരുത്. നിന്റെ വിടുതൽ ഇന്ന് നീ ഏറ്റെടുക്കണം. ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുൻപ് ഈ പന്തലകത്ത് ആത്മാവിന്റെ തീ കത്തട്ടെ. ദൈവദാസന്മാരെ, നമുക്കൊന്ന് കൊതിക്കാം. എന്തിനു വേണ്ടി? ആ പഴയ പെന്തക്കോസ്തിന്റെ ആ സാന്നിധ്യം ഇന്ന് രാത്രി ഈ പന്തലിൽ ഇന്ന് രാത്രി തിരിച്ചു വരട്ടെ. ഇന്നലെ പാടിയതുപോലെയല്ല, ഇന്നലെ കൈയടിച്ചതുപോലെയല്ല, ഇന്നലെ പറഞ്ഞ അന്യഭാഷ പോലെയല്ല. ഇന്ന് രാത്രി വേളയിൽ ഒരധികാരത്തിന്റെ, ഒരഭിഷേകത്തിന്റെ, ഒരു നിറവിന്റെ, ഒരു ഹല്ലേലൂയ